ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്കാണ് നമ്മളെ ആനയിച്ചിരിക്കുന്നത്. അതേ പ്രിയരെ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കി വെച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും പ്രിയപുത്രി പുത്രന്മാരുമാണ് നമ്മൾ ഓരോരുത്തരും. അതേ പ്രിയരെ, ഒരു രാജാവിൻ്റെ പദവിയും പുരോഹിതൻ്റെ ശുശ്രൂഷയുമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എങ്കിൽ ഒരു രാജാവിന് അനുഗ്രഹവും വാഴ്ചയും ഉണ്ടെങ്കിൽ ഇനി അതിനുവേണ്ടി ആ രാജാവ് അന്വേഷിച്ച് നടക്കേണ്ടതുണ്ടോ? ഒരു പുരോഹിതന് അഭിഷേകം നൽകി നിർത്തിയിരിക്കുകയാണെങ്കിൽ അതിനായി ഇനി ആ പുരോഹിതൻ നടക്കേണ്ടതുണ്ടോ? അത് നമ്മൾ തിരിച്ചറിയേണ്ടതാകുന്നു.